കൊല്ലം പുനലൂരിലെ ആളുകേറാമലയിൽ കണ്ടെത്തിയ മൃതദേഹം എങ്ങനെ പ്രതിയെന്ന് സംശയിച്ച ആളുടേതാണെന്ന് പോലീസ് സ്ഥാപിച്ചു. പ്രതിയെന്ന് കണ്ടെത്തി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയ ആള് തന്നെ എങ്ങനെ കൊല്ലപ്പെട്ടയാളായി മാറി? പോലീസ് എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് നാട്ടുകാർ. ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അനവധി. ആളുകേറാമലയിൽ സംഭവിച്ചത് എന്ത്? സെപ്റ്റംബർ 23 കൊല്ലം ജില്ലയിലെ പുനലൂർ പത്തനാപുരം പാതയോരത്ത് മുക്കടവ് ആളുകേറാമലയുടെ മുകളിൽ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. ചെങ്കുത്തായ ആ മലയുടെ മുകളിൽ കാടുമൂടിയ റബ്ബർ തോട്ടത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച് താഴിട്ട പൂട്ടിയ നിലയിലായിരുന്നു കത്തിക്കരിഞ്ഞ ആ മൃതശരീരം. ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മുഖം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. വസ്ത്രങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഏകദേശം ഒരാഴ്ചയോളം പഴക്കമുള്ള നിലയിലാണ് ആ മൃതശരീരം കണ്ടെത്തുന്നത്. ഏറെ നാളായി ടാപ്പിംഗ് നിർത്തിവെച്ചിരുന്ന തോട്ടമാണ്. അതുകൊണ്ട് തന്നെ കാടുമൂടിയ നിലയിലായിരുന്നു അത്. നിറയെ കാന്താരി മുളകുകൾ വളർന്നു നിൽക്കുന്ന ഒരു റബ്ബർ തോട്ടം കൂടിയാണ്. ആ തോട്ടത്തിൽ കാന്താരി ശേഖരിക്കാനെത്തിയ ഒരു തമിഴ്നാട് സ്വദേശി സുരേഷാണ് രാവിലെ 8 മണിയോടുകൂടി ആ മൃതശരീരം ആദ്യം കാണുന്നത്. അങ്ങനെയാണ് ഒരു അരുംകൊല ആ തോട്ടത്തിൽ നടന്ന വിവരം ആ നാട്ടുകാരും പിന്നീട് പോലീസും അറിയുന്നത്. അന്ന് ആ തമിഴ്നാട് സ്വദേശി സുരേഷ് കണ്ടത്. അതിപ്പോൾ ഇത് കണ്ടപ്പോഴാണ് അവരുടെ വീട്ടുകാരെ കടയോട് പറഞ്ഞപ്പോൾ അവർ വന്ന് പോലീസിനെ വിളിച്ചു. ഇവിടെ വന്നു അവർ വന്നു. ശരിക്കും ഈ ചേട്ടത് പറിക്കാൻ വരുമ്പോൾ കൂടെ വേറെ സഹായികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ ഒറ്റയ്ക്ക് പറയാറുള്ളൂ. അങ്ങ് പറയാൻ പോകും കാവുണ്ട്. അങ്ങ് പറയാൻ കറങ്ങി അടിച്ച് പറിച്ച് വരുന്ന വഴപ്പ്. ഞാൻ എപ്പോഴും ആ വഴിക്കാണ് പോകുന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴാണ് നല്ല സ്മെല്ല് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോ പുള്ളിക്കാട്ടി അങ്ങനെയാണ് പിന്നെ നമുക്ക് അറിയത്തില്ല. ഞാൻ അന്നേരം ഓടി പയന്നു പോയി. ഇതൊക്കെ ചങ്ങല ഇതും കൂടെ കണ്ടപ്പോൾ ഞാൻ വെപ്രാളായി പോയി. ഞാൻ കയ്യിലും കാലിലും. ആ മൃതദേഹം പ്രഥമ ദൃഷ്ടിയെ കാണുമ്പോൾ തന്നെ അതിൽ ചില പ്രത്യേകതകളുണ്ടായിരുന്നു. ചങ്ങലയിൽ പൂട്ടിയ മൃതദേഹത്തിന്റെ ഇടതുകാലിന് സ്വാധീനക്കുറവുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാകുമായിരുന്നു ആ ഫോട്ടോകളിലും ദൃശ്യങ്ങളിലുമെല്ലാം. പോലീസ് പരിശോധനയിൽ പ്രദേശത്ത് നിന്നും ഒഴിഞ്ഞ വെള്ളക്കുപ്പി, ഗ്ലാസ്, കന്നാസ്, കീറിയ നിലയിൽ ബാഗിൽ കുറെ നാണയത്തുട്ടുകൾ, ഒപ്പം കത്രിക, കഴുത്തിൽ നിന്ന് മാല, ഇത്രയും സാധനങ്ങളാണ് കണ്ടെത്തിയത്. മുഖം കരിഞ്ഞിരുന്നതിനാലും ആ വസ്ത്രങ്ങളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലുമായിരുന്നതിനാൽ മരിച്ചു കിടക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ നന്നേ ബുദ്ധിമുട്ടി. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തി. ആ പോസ്റ്റ്മോർട്ടത്തിൽ ഒരു കാര്യം വ്യക്തമായി. 40 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു പുരുഷന്റെ മൃതശരീരമാണ് എന്നത്. അങ്ങനെ ആളെ കണ്ടെത്താനുള്ള വിവരങ്ങൾ പോലീസ് തന്നെ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ചു. പോലീസ് അന്ന് തന്നെ പറഞ്ഞു, ഇടത് കാലിന് സ്വാധീനക്കുറവുള്ള ഒരു മൃതദേഹമാണ് കണ്ടെത്തിയത്. 10 ദിവസത്തിലധികം പഴക്കമുള്ള ബോഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് പല എവിഡൻസുകളും ആ ബോഡിയിൽ നിന്നും കിട്ടുന്നതിന് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ വിക്ടിമിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കേസിൽ വളരെ പ്രധാനമായിട്ടുള്ളത്. വിക്ടിമിന്റെ പല പ്രത്യേകതകളും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പുരുഷനാണ്. അദ്ദേഹത്തിന്റെ ഇടത് കാല് സ്വാധീനക്കുറവുള്ള ആളാണ്. അപ്പൊ നടക്കുന്നതിന് നോർമലായിട്ടുള്ള ആളുകൾ നടക്കുന്ന പോലെ ആയിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒരാൾ മിസ്സിംഗ് ഉണ്ട് എങ്കിൽ പുനലൂർ DVSPയോ പുനലൂർ ഇൻസ്പെക്ടറെയോ വിവരം അറിയിക്കേണ്ടതാണ്. ജനങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് DYSP. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇടത് കാലിന് സ്വാധീനക്കുറവുണ്ട് എന്നുള്ളതാണ്. നെഞ്ചിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണം എന്നായിരുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇടതുകാലിന് സ്വാധീനക്കുറവുള്ള ആരെങ്കിലും മിസ്സിംഗ് ആയ കേസുകൾ സമീപ പോലീസ് സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലോ ഉണ്ടോ എന്നുള്ള അന്വേഷണമായിരുന്നു ആദ്യം.
മൃതശരീരത്തിന് സമീപത്ത് നിന്ന് ലഭിച്ച കുപ്പിവെള്ളത്തിന്റെ ആ ബോട്ടിലിന്റെയും ഒപ്പം ഗ്ലാസ്സിലെയും സ്റ്റിക്കറുകൾ നോക്കി ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് ഒരു ശ്രമം നടത്തി. വിജയിച്ചില്ല. കേസിന്റെ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് ചോദിക്കുന്ന മാധ്യമങ്ങളോട് കൃത്യമായി മറുപടി പറയാൻ പോലീസിന് കഴിയുമായിരുന്നുമില്ല. ഇതിനിടയിൽ അന്വേഷണ പുരോഗതി ഇഴഞ്ഞു നീങ്ങുന്നു എന്നാരോപിച്ച് നിരവധി പ്രക്ഷോഭങ്ങളും ആ നാട്ടിൽ നടന്നു. മൃതദേഹം കണ്ടെത്തി 3 മാസത്തിന് ശേഷം സംഭവ സ്ഥലത്തിന് സമീപത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ഒരു കന്നാസിൽ പെട്രോൾ വാങ്ങുന്ന ആളുടെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. ഇയാളാണ് ഈ കാണുന്ന പ്രതി എന്ന്, ആ കൊലപാതകത്തിലെ പ്രതി എന്ന് പോലീസ് ഉറപ്പിച്ചു. അങ്ങനെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കുകയും ചെയ്തു. ലുക്കൌട്ട് നോട്ടീസ് കായംകുളത്തുള്ള ഒരാൾ തിരിച്ചറിഞ്ഞു. അതാണ് ഇതിലെ ട്വിസ്റ്റ്. പുനലൂരിൽ നടന്ന കൊലപാതകം കായംകുളത്തുള്ള ഒരാൾ ആ ലുക്കൌട്ട് നോട്ടീസിലെ ആളെ തിരിച്ചറിയുന്നു. ആലപ്പുഴ ജില്ലയിൽ താമരക്കുളം വില്ലേജിൽ വേടരപ്ലാവ് ചേറ്റാരിക്കൽ ക്ഷേത്രത്തിന് സമീപം പാപ്പർ എന്ന് വിളിക്കുന്ന 46 വയസ്സുള്ള അനിക്കുട്ടനാണ് ആ പ്രതി എന്ന് അങ്ങനെ പോലീസ് കണ്ടെത്തി. അനിക്കുട്ടനെ പിടികൂടുന്നതോടെ ഈ മരിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ കഴിയും, അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാൻ കഴിയും എന്നിങ്ങനെയൊക്കെയായിരുന്നു പോലീസിന്റെ വിലയിരുത്തൽ. പക്ഷേ പിന്നീട് എല്ലാം തലകീഴായി മറിയുകയാണ്. പ്രതിയെന്ന് സംശയിച്ചിരുന്ന അനിക്കുട്ടന്റെ മൃതദേഹമാണ് ആ ആളുകേറാമലയിൽ കണ്ടെത്തിയത് എന്ന് പോലീസ് പ്ലേറ്റ് മാറ്റി. DNA പരിശോധനയിലൂടെ ഇത് സ്ഥിരീകരിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അത്രമാത്രം ശ്രദ്ധ നേടിയ ആ ഒരു കേസിലെ നിർണായക വിവരം വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയാണ് പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും പോലീസ് അറിയിച്ചത്. പ്രതി കൊല്ലപ്പെട്ട ആളായി മാറി എന്ന പോലീസ് നിലപാടിനെ ചിരിച്ചു തള്ളുകയാണ് പൊതുപ്രവർത്തകരും നാട്ടുകാരുമല്ല. പ്രതിയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം ആരംഭിച്ച് എല്ലാ തരത്തിലുള്ള പോലീസ് അന്വേഷണവും നടത്തുകയും ഫോറൻസിക് റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി എന്ന് സംശയിക്കുന്ന ആൾ തന്നെയാണ് ഈ മരണപ്പെട്ടു പോയിട്ടുള്ളത് എന്ന് ഉള്ള ഒരു വളരെ തമാശകരമായ ഒരു കണ്ടെത്തലാണ് കേരള പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ആ കണ്ടെത്തലിന് സപ്പോർട്ട് ചെയ്യുന്ന, ആ കണ്ടെത്തൽ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന യാതൊരു തരത്തിലുള്ള വിശദീകരണവും അതിനോടൊപ്പം നൽകിയിട്ടുമില്ല. പ്രതി എന്ന് സംശയിക്കുന്നു എന്ന തരത്തിൽ ഒരാളിന്റെ ചിത്രവും വെച്ച് ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചു. ആലപ്പുഴ താമരക്കുളം വില്ലേജിൽ പെടുന്ന ഒരാളിന്റെ ചിത്രമാണ് അവർ പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി അറിയാൻ കഴിയുന്നത് ആ ലുക്കൌട്ട് നോട്ടീസിൽ പ്രകാരം കാണിച്ചിട്ടുള്ള ആ ആളാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആളുകേറാമലയിൽ മരണപ്പെട്ട് കിടന്നത് എന്നും അദ്ദേഹത്തിന്റെ ബോഡിയാണ് കിട്ടിയതും എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞു വെക്കുന്നത്. ഇതിൽ വളരെ വലിയ ദുരൂഹതയുണ്ട്. അന്വേഷണം തൃപ്തികരമല്ലെന്നും പോലീസ് കേസ് ഒതുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കണ്ടെത്തൽ നടത്തിയതെന്നൊക്കെ ആരോപിച്ച് ഉന്നത അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ. പൊതുപ്രവർത്തകരുടെ പരാതി ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. പ്രതി എന്ന് കണ്ടെത്തി ലുക്കൌട്ട് നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തിയ അനിക്കുട്ടന്റെ കാലുകൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആളുകേറാമലയിലെ ആ മൃതദേഹത്തിന്റെ ഇടതുകാലിന് സ്വാധീനക്കുറവ് ഉണ്ട് താനും. DNA പരിശോധനയിൽ മൃതശരീരം അനിക്കുട്ടന്റേതാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുമ്പോഴും കാലുകളിലെ ആ സ്വാധീനക്കുറവ് എന്നുള്ള വൈരുദ്ധ്യം എങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ പോലീസിന് കഴിയുന്നില്ല. ആ ആളിന്റെ ഒരു കാലും മറ്റേ കാലുമായിട്ടുള്ള ഒരന്തരം വളരെ വ്യക്തമാണ്. ഈ ആളിനെ പറ്റി ഈ ആളിന്റെ ജില്ലയായ ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചപ്പോൾ അതിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ടുള്ളത് അയാൾക്ക് ജന്മനാലോ അയാളെ നന്നായി അറിയുന്ന ആളുകളോ അയാളുടെ വീട്ടുകാരോ ഇദ്ദേഹത്തിന് ഇങ്ങനെ കാലിന് എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടായിരുന്നതായി കാണുന്നില്ല. അപ്പോൾ നമ്മൾ വളരെ ശാസ്ത്രീയമായ വിശകലനത്തിലൂടെ മാത്രമേ ഇത്തരത്തിലൊരു ഇതിലെ പ്രതിയെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഈ പ്രതിയെ പോലീസ് തീരുമാനിച്ചത് ഈ കേസ് അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വളരെ ശാസ്ത്രീയമായ വിശകലനം ആവശ്യമാണ് ഈ കേസ് അന്വേഷണത്തിൽ. ലുക്കൌട്ട് നോട്ടീസിലൂടെ അനിക്കുട്ടനെ തിരിച്ചറിഞ്ഞ നാട്ടുകാരൻ പറയുന്നത്, അതായത് ആലപ്പുഴ ജില്ലക്കാരൻ പറയുന്നതനുസരിച്ച് അനിക്കുട്ടന്റെ കാലുകൾക്ക് ചെറുപ്പം മുതൽ യാതൊരു കുഴപ്പവുമില്ല. നമുക്ക് കേൾക്കാമയാണ്.
അപ്പൊ ഈ ഫോട്ടോ കറക്റ്റ് ആണല്ലോ? ആണാണ്. പക്ഷേ അപ്പോഴും നമുക്കൊരു സംശയം വരുന്നത് ഈ കാലിന്റെ പ്രശ്നമാണ്. ഈ കിടക്കുന്ന ബോഡിക്കകത്ത് ഇടത് കാലിന് സ്വാധീനമില്ലാത്ത കാല. ഇദ്ദേഹത്തിന് കാലിന് അവന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. കാലിന് കുഴപ്പമൊന്നുള്ള ആളല്ല. നമ്മുടെ ഈ കിടക്കുന്ന ബോഡി നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ആ ബോഡിക്കകത്ത് കാലിന്റെ സ്വാധീനക്കുറവില്ലയോ ഉള്ളത്? അതാ എനിക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ. അതാ ഇങ്ങനെ പോലീസ് തന്ന ഡ്രസ്സും ഈ അഡ്രസ്സും കൂടെ മാച്ചാവുന്നു സംശയം. ഉറപ്പാണല്ലോ കാലിന് സ്വാധീനക്കുറവില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. എത്ര വർഷമായിട്ട് അറിയാം നമുക്ക്? എനിക്ക് ചെറുപ്പം പോലെ അറിയാമെന്നെയാ. അതെയാ? ഓക്കെ. എന്റെ കൂടെ കയറിന്റെ പണിക്കൊക്കെ ഞാൻ എന്റെ കയറിന്റെ പണിക്ക് അവനെ കൊണ്ടുപോയി, മൈക്കാട് പണിക്കൊക്കെ കൊണ്ടുപോയി കയറ് പണിക്കാരനായത്. വളരെ ചെറുപ്പം മുതൽ അറിയാവുന്ന ആളുടെ സ്റ്റേറ്റ്മെന്റ് ആണത്. പോലീസ് ഉത്തരം നൽകേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാലിന് സ്വാധീനക്കുറവുള്ള ആള് എങ്ങനെ ആ മലമുകളിലെത്തി? സ്വയം തീ കൊളുത്തിയെങ്കിൽ ആ ചങ്ങല എങ്ങനെ ആ ശരീരത്തിൽ ബന്ധിക്കപ്പെട്ടു? മരണകാരണമായി പറയുന്ന ആ നെഞ്ചിലെ ആഴത്തിലുള്ള മുറിവ് അതെങ്ങനെ സംഭവിച്ചു? ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച ആള് അടുത്തുള്ള പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ വാങ്ങിയിരിക്കുന്നു എന്ന് പോലീസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ പെട്രോൾ വാങ്ങിയ ഈ ആളാണെങ്കിൽ അദ്ദേഹം സ്വയം പെട്രോൾ ഒഴിച്ച് മരിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ കാലിൽ ചങ്ങലയ്ക്ക് പൂട്ടി റബ്ബർ മരത്തിൽ തൊടലിട്ട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രമാദമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. അതിനൊരു വഴിത്തിരിവിലെത്തിക്കാൻ ഈ പോലീസിന്, പുനലൂർ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ ലോക്കൽ പോലീസിന്റെ അന്വേഷണം എങ്ങനെ എത്തിയിട്ടില്ല? അത് വളരെ വലിയ സംശയത്തിന്റെ ഇടയാക്കിക്കൊണ്ടാണ് ആ പ്രതി എന്ന് സംശയിക്കുന്ന ആളിനെ പോലീസ് തപ്പി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ആ ആളാണ് മരണപ്പെട്ടത് എന്ന് വീണ്ടും പറയുവാൻ ശ്രമിക്കുന്ന പോലീസ് ഇതിൽ വലിയ എന്തോ പുകമറ സൃഷ്ടിച്ച് രക്ഷപ്പെടുവാൻ ഈ കേസ് ഡയറി മടക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. തുടക്കത്തിലെ തന്നെ കുഴഞ്ഞുമറിഞ്ഞ ആളുകേറാമല കൊലപാതകം പോലീസിന്റെ കണ്ടെത്തലിന് ശേഷം കൂടുതൽ കുഴഞ്ഞുമറിയുന്ന അവസ്ഥയിലാണ്. CBI, ക്രൈംബ്രാഞ്ചോ പോലുള്ള മറ്റ് ഏജൻസികൾക്ക് ഈ കേസ് കൈമാറണമെന്നും പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നുമാണ് ആ നാട്ടുകാരുടെ ആവശ്യം.